ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. അതാ രാവിലെ മോള് നല്ല ഉറക്കമാണ്. അവൾ രാവിലെ എണീറ്റു, ഒരു 6 മണിയായപ്പോഴൊക്കെ എണീറ്റു. ബെഡിലാണ് കിടക്കുക, എൻ്റെ കൂടെയാണ് കിടക്കുക. അപ്പോൾ രാവിലെ ഒന്ന് എണീറ്റപ്പോൾ ഞാൻ പിന്നെ തൊട്ടിയിൽ കിടത്തി ആട്ടിയതാണ്. അപ്പോൾ അവൾ ഉറങ്ങി. അപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ അവളൊന്ന് എണീക്കാൻ നോക്കിയതാണ്. ഞാൻ വേഗം അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കി ഒന്ന് ആട്ടി വിട്ടപ്പോൾ നല്ല ഉറക്കമായി. ഇനി വേണം പണികളൊക്കെ തുടങ്ങാൻ. ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി. ഇനി ഫുഡൊക്കെ ഉണ്ടാക്കണം, പണികൾ തുടങ്ങുകയാണ്. അവൾ എണീക്കുമ്പോഴേക്കും വേഗം തീർത്തില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന് പിന്നെ രാവിലേക്ക് ആപ്പമാണ്, ഇന്നലെ അരച്ച് വെച്ചാണ്. മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആപ്പം ആയതുകൊണ്ട് വലിയ പണിയില്ല. ഇനിയിപ്പോൾ ഇതിന് ചട്നി അരച്ചാൽ മതി. ഇതിവിടെ ഒരു സാധനം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറേ മാസങ്ങളായി, പക്ഷേ അത് യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അതെടുത്ത് വെളിയിൽ വെച്ചതാണ്. ഇതിപ്പോൾ നമുക്ക് ഇതെന്താ സാധനം എന്ന് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. ഈ കടുകും ജീരകവും എല്ലാം ഇട്ട് വെക്കുന്ന ഒരു ഫുൾ സെറ്റാണ്. ഒരു 27 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഇതിൽ. അപ്പോൾ എല്ലാം നമുക്ക് അതിൽ ഒതുങ്ങിക്കോളും. അപ്പം ഞാൻ ചോറ് വയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ ചോറ് വയ്ക്കുന്ന പാത്രം. അപ്പം ഞാൻ ഇനി വാതിലൊക്കെ തുറന്ന് പുറത്തേക്കൊക്കെ പോയി ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പം നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും. ഇവിടെ ഒരു വീട് വരാൻ പോവുകയാണ്. ഇനിയപ്പോൾ ഇത്ര ഭംഗിയൊന്നും ഇനി ഉണ്ടാവില്ല. നല്ല രസമാണ് രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ. സമയം പോണത് അറിയേയില്ല. പക്ഷേ എനിക്ക് ഇഷ്ടംപോലെ പണിയുണ്ട്. അവൾ എണീക്കുമ്പോഴേക്കും വേഗം ചെയ്യണം. അതുകൊണ്ട് കാഴ്ചകളൊക്കെ മതിയാക്കി ഞാൻ പണി ചെയ്യാൻ പോവുകയാണ്. ഇനി എനിക്ക് കുറേ പണികളുണ്ട്. വീടൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിച്ച് വാരിയൊക്കെ ഇട്ടിരിക്കുകയാണ്. റൂമിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റില്ല, എല്ലാം വലിച്ച് വാരി ഇട്ടിരിക്കുകയാണ്. ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ വേഗം ഞാൻ തേങ്ങ ചട്നി അരച്ചു, മുളക് ചട്നിയും അരച്ചു. അപ്പോൾ ആപ്പത്തിനുള്ള ഐറ്റംസായി. അപ്പോഴേക്കും എൻ്റെ കാന്താരി ഇവിടെ എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എണീറ്റ് കഴിഞ്ഞത് അങ്ങനെ അങ്ങോട്ട് ഇരിക്കും. എന്നിട്ട് വിളിക്കാൻ തുടങ്ങും, ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. പക്ഷെ എന്തോ ഇതുവരെ ഇതിന്ന് ഇറങ്ങാൻ നോക്കിയിട്ടില്ല. ഗുഡ് മോർണിംഗ്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇവളുടെ കുളിപ്പിക്കലും എണ്ണ തേപ്പിക്കലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇനി ചെയ്യണം. ഇനി ഞാൻ ചെറിയൊരു കാര്യം കാണിച്ചു തരാം. എൻ്റെ ഷെൽഫ് ഇതുപോലെയാണ്. കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്ക് അവരുടെ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളും കുഞ്ഞു കുഞ്ഞ് ഓരോ തോർത്തുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യം അലമാരയിലാണ് വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതെല്ലാം കൂടെ എടുക്കുന്ന സമയത്ത് മെസ്സി ആയി പോവും. പിന്നെ ഞാൻ ഇതിലാണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ വെക്കുന്ന സമയത്തും 1-2 ദിവസമൊക്കെ ഇങ്ങനെ നല്ല വൃത്തിയായിട്ടിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ മെസ്സി ആയി പോകും. അപ്പം ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചതാണ്. ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ഈ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സെറ്റ് ഡ്രസ്സ് അവിടെ ഒതുങ്ങി കിടന്നോളും. ഇനി അടുത്ത ടൈപ്പ്, ഇതൊരു ടൈപ്പ് ഡ്രസ്സാണ്. ഇത് കുറച്ച് അത്യാവശ്യം നല്ല ഉടുപ്പുകൾ ഇതുപോലെ ഇങ്ങനെ വെച്ചു. ഇനി അടുത്തത് ഡെയിലി വീട്ടിലിടുന്ന ടൈപ്പ് ഡ്രസ്സ്, അത് അടുത്ത സെക്ഷനായിട്ട് വെച്ചു. ഇതുപോലെ ഞാനൊരു 4 പാർട്ടാക്കി. അപ്പോൾ നല്ല എളുപ്പമുണ്ട് ഇതെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിങ്ങനെ തന്നെ ഇരുന്നോളും. ഇനി എല്ലാം കൂടെ അങ്ങോട്ട് മിക്സപ്പ് ആവണില്ല. നല്ല നീറ്റായിട്ടും ഉണ്ടാവും. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല നീറ്റായിട്ടും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊന്ന് ചെയ്ത് നോക്കൂ. നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളും.
മോളിപ്പോൾ ഉറങ്ങുകയാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റണത്. ഇപ്പോൾ ഉച്ചയായി സമയം, ഞാൻ ഇടയിൽ കുറേ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അവൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിയുമല്ലോ വെച്ചിട്ടാണ് ഇത് ചെയ്യാനിരുന്നത്. അതായത് ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇതെനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി ഇങ്ങനെ ചെയ്തത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യണത് കൊണ്ട് ഇതിലങ്ങനെ പൊടി പിടിക്കുമെന്നൊന്നും വിചാരിക്കണ്ട. ഈ ഡ്രസ്സൊക്കെ ഞാൻ ഡെയിലി ഓരോ ദിവസമായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി അതെടുക്കും, അതുകൊണ്ട് ആ ഒരു പ്രശ്നം വേണ്ട. ഇനി അടുത്ത പണി ഞാൻ ചെയ്യണത്, അവൾ എണീക്കുമ്പോഴേക്കും എനിക്ക് ഈ ഒരു കാര്യം കൂടെ ചെയ്യണം. കുറേ നാളായി ഞാൻ പെൻഡിങ്ങിൽ വെച്ചൊരു കാര്യമായിരുന്നു ഇത് വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി. ഞാൻ പറഞ്ഞല്ലോ, വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി. ഞാൻ ഇന്നേ വരെ ഞാനത് എടുത്ത് നോക്കുക പോലും ചെയ്തില്ല, അതങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഇത് ഫുള്ളായിട്ടൊന്ന് ഉള്ള സാധനങ്ങളൊക്കെ ഇതിലിട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് എല്ലാം എടുത്ത് എല്ലാം ഒന്ന് പൊടി തട്ടി എടുത്ത് ഉള്ളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്ക് സാധനങ്ങൾ ഇതിലിട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതിൻ്റെ പ്രൈസ് 200 സംതിങ് ആണ്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഞാൻ വാങ്ങിച്ചിട്ട് കുറേ ദിവസമായതുകൊണ്ട്. 200 സംതിങ് ആണ്. പക്ഷേ എനിക്ക് വേർത്തായിട്ട് തോന്നി, കുഴപ്പമില്ല, നല്ല സാധനമാണ്. ഇനി ഞാനിവിടെ ഓരോ സാധനമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ ഇവിടെ ഏലക്ക എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ ഏലക്ക, ഗ്രാമ്പൂ, പട്ട എന്നൊക്കെ പറയുന്ന സാധനം കുറേശ്ശെയല്ലേ നമ്മൾ വാങ്ങിക്കുകയുള്ളൂ. ഇതിൽ ഞാൻ കുറേ ഐറ്റംസ് ഇട്ടു. എനിക്ക് ഇനിയും ഇതിൻ്റെ ബോട്ടിലുകൾ ബാക്കിയുണ്ട്, അതൊക്കെ ഫില്ല് ചെയ്യാണ്ട് സാധനങ്ങൾ വാങ്ങിക്കണം. ഇതിപ്പോൾ ഞാൻ ഏലക്ക, പട്ട, ഗ്രാമ്പൂ, കടുക്, ജീരകം, ചെറിയ ജീരകം, വലിയ ജീരകം, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത്, എൻ്റെ കയ്യിൽ അതൊക്കെ കഴിഞ്ഞു. ഇനി അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം. കുരുമുളക്, അങ്ങനെ കുറേ ഐറ്റംസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ കുപ്പികളൊക്കെ ഞാൻ മാറ്റി ഇപ്പോൾ നീറ്റായിട്ട് ഈ ഒരൊറ്റ സാധനത്തിൽ എല്ലാം ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം നല്ല നീറ്റായിട്ട് കിടക്കും നമ്മുടെ അടുക്കള. ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ട് ഇതിങ്ങനെ എല്ലാം വെച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഞാനൊരു ഫ്ലവറും കൂടെ വെച്ച് കൊടുത്തു. അതൊരു ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. നിങ്ങൾക്ക് റിയൽ ഫ്ലവർ വേണമെങ്കിൽ അതും കൂടെ വെക്കാം, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. മോളിവിടെ എണീറ്റു, അവളിതാ കളി തുടങ്ങി. ഇനി എനിക്ക് ഒന്നിനും സമയം കിട്ടില്ല, ഇനി എനിക്ക് അവളുടെ കൂടെ തന്നെ ഇരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ രാത്രിയാണ്, രാത്രി ഇതാ അവളുടെ കളിയാണ്. ആദ്യം അവൾ എന്നെ ഉറക്കും, അതിന് ശേഷമാണ് അവൾ ഉറങ്ങാറ്. അപ്പോൾ ഇങ്ങനെ കുറേ നേരം കളിക്കും. അങ്ങനെ ഒരു രാത്രി 1 മണിയൊക്കെ ആകുമ്പോൾ അവൾ ഉറങ്ങുമായിരിക്കും. എപ്പോഴും അങ്ങനെ തന്നെയാണ് പതിവ്, 1 മണിയൊക്കെ കഴിയും അവൾ ഉറങ്ങുമ്പോൾ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.